ഹായ് നമസ്കാരം. എൻ്റെ പേര് അജിൻ. ഞാൻ വിദേശത്ത് വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫ്. എൻ്റെ പേര് സുനിത. ഞാൻ ഹൗസ് വൈഫ് ആണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഷോപ്പിൽ പോയ ടൈമിൽ ഫർണിച്ചേഴ്സ്, സോഫ സെറ്റ് ആയാലും ഡൈനിങ് ടേബിള് എല്ലാം വെറൈറ്റി ഡിസൈൻ ആണ്. കാണുമ്പോൾ തന്നെ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും. എല്ലാം നല്ല നല്ല വെറൈറ്റി ഡിസൈൻ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വുഡ് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് വുഡിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും. ട്രീറ്റഡ് ചെയ്ത് എന്നുവെച്ചാൽ നല്ല നല്ല ഭംഗിയാണ്. ആ വുഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. മുമ്പ് ഞാൻ വേറൊരു പ്രോഡക്റ്റ് വേറൊരു കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കിയപ്പം ഞാൻ മുമ്പ് വാങ്ങിയത് ഒട്ടും ക്വാളിറ്റി അല്ലാത്തൊരു വുഡായിരുന്നു. പക്ഷേ ഞാൻ PVCയിൽ പോയി ഞാൻ ഷോപ്പിൽ പോയി നോക്കിയ സമയം നല്ല വുഡ് നല്ല പക്ക ക്വാളിറ്റിയാണ്, പ്രീമിയം ക്വാളിറ്റിയാണ്. ഫുള്ള് പ്രോഡക്റ്റും സോഫ സെറ്റാണ് പർച്ചേസ് ചെയ്തത്. മുമ്പ് ഞാൻ ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അത് കണ്ട് ആ മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ CVS ഫർണിച്ചറിൽ പോയി ഞാൻ ആ ഫോട്ടോ കൊടുത്തതിന് ശേഷം കസ്റ്റമൈസാണ് ഫർണിച്ചർ ചെയ്തത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് പീസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പൊ ഞാൻ വീട് വെച്ചതിന് ശേഷം മെയിൻലി എനിക്ക് ഈ സോഫ സെറ്റ് വാങ്ങാനായിരുന്നു ഒരു പ്ലാനിങ്. ഇത് കസ്റ്റമൈസ് ആണ് ഞാൻ ചെയ്തത്. ഞാൻ ഷോപ്പിൽ പോയായിരുന്നു. ഷോപ്പിൽ പോയി റാസിനെ മീറ്റ് ചെയ്തായിരുന്നു. റാസി ഇതിൽ വന്ന് സൈസ് കാര്യങ്ങളെല്ലാം എടുത്തായിരുന്നു. ഇത് കസ്റ്റമൈസ് ചെയ്തതുകൊണ്ട് കുറച്ച് ലെങ്തും വ്യത്യാസം ഉണ്ടായിരുന്നു. ഡോറ് ചെറുതായിരുന്നു. അപ്പൊ നമുക്ക് അതനുസരിച്ച് ഫർണിച്ചർ അകത്ത് കയറ്റണം. അപ്പൊ റാസി സൈറ്റ് വിസിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് നല്ല ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ചെയ്യേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ, നല്ല ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സോഫ ഇതേപോലെ കസ്റ്റമൈസ് 10 to 50 days ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെയിം 12 days അതിനുള്ളിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സോഫ തന്നെ ചെയ്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സർവീസ് നല്ല സർവീസ് ആയിരുന്നു. ഫസ്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്ത ടൈം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കളർ വന്നിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് ബ്ലാക്ക് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ എനിക്ക് കുറച്ച് കുട്ടികളുള്ളതുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഫാബ്രിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫ ചെയ്യുന്ന ടൈമിൽ. അപ്പോഴ് അവര് എനിക്ക് റെക്കമെൻഡ് ചെയ്തായിരുന്നു റെക്സിൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ കുട്ടികൾ കൂടുതൽ വെള്ളം ഒഴിച്ച് ഫാബ്രിക് ആണെങ്കിൽ വൃത്തികേടാവും. ഇപ്പൊ റെക്സിൻ ആകുമ്പോൾ നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും കുറച്ചുകൂടെ നല്ലത് റെക്സിനാണ്. അപ്പൊ എനിക്ക് നല്ല ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഞാൻ റെക്സിനാണ് സോഫ സെറ്റിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ വീട് എന്റെ പുതിയ വീടാണ്. വീട് കാണാനായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ സോഫ കണ്ടവർക്ക് ഏകദേശം എന്റെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വാങ്ങുമ്പോൾ പോയി വാങ്ങണം. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.